നമസ്തേ. നമ്മൾ മീനമാസത്തെ നക്ഷത്രഫലങ്ങളാണ് നോക്കുന്നത്. മീനമാസം എന്ന് പറഞ്ഞാൽ 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 14 വരെയുള്ള സമയത്തെ നക്ഷത്രഫലങ്ങൾ. 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെയുള്ള നക്ഷത്രഫലങ്ങൾ ആണ് നമ്മൾ നോക്കുന്നത്. മീനമാസത്തെ നക്ഷത്രഫലം. ഈ മീനമാസത്തെ ഗ്രഹനില നമുക്ക് ആദ്യം നോക്കാം. മീനമാസം രവിയും ബുധനും സർപ്പവും മീനം രാശിയില്, വ്യാഴം മേടം രാശിയില്, കേതു കന്നി രാശിയില്, ചൊവ്വ മകരം രാശിയില്, ശനിയും ശുക്രനും കുംഭം രാശിയില്. ഇതാണ് ഗ്രഹനില. ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട്. ബുധൻ 2 പ്രാവശ്യം രാശിമാറ്റമുണ്ട്. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ നക്ഷത്രഫലം തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ എല്ലാ നക്ഷത്രഫലം പറയുമ്പോഴും പറയാറുള്ളത് പോലെ ഇത് ആരുടെയും ജാതകഫലമാണ് എന്ന് ധരിക്കരുത്. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സാമാന്യ ഫലമാണ്. പക്ഷെ ഇതൊരു പൊതു നിർദ്ദേശമായിട്ട് എല്ലാവർക്കും സ്വീകരിക്കാം. ഈ നക്ഷത്രഫലങ്ങൾ ഇതിനകത്ത് ദോഷം വരുന്ന ആ സമയമൊക്കെ പറയുന്നത് വരാതിരിക്കാൻ വേണ്ടി നന്നായി നാമം ജപിക്കുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ദോഷങ്ങളെ കുറയ്ക്കാൻ വളരെ സഹായിക്കും. നല്ല ഫലങ്ങളെ കൂടുതൽ കിട്ടുന്നതിനായിട്ടും സഹായിക്കും. നക്ഷത്രഫലമൊക്കെ അതിനു വേണ്ടിയാണ്. പിന്നെ കൂടുതൽ അറിയണം എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം, നാള്, പേര്, സ്ഥലം ഇതൊക്കെ വെച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എന്റെ വാട്സാപ്പ് നമ്പർ തന്നെയാണ്. ആ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള സംവിധാനമുണ്ട്. അതിനൊരു ഫീസും ഉണ്ട്. എന്റെ കഴിഞ്ഞ ഒരു 35 വർഷത്തെ അനുഭവഫലം കൂടെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ നക്ഷത്രഫലങ്ങൾ തയ്യാറാക്കുന്നത്. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നും തന്നെയല്ല. എല്ലാം ആചാര്യന്മാരുടെ അഭിപ്രായത്തിന് അനുസൃതമായിട്ടുള്ളതല്ലാണ്ട് ഒന്നുമില്ല. അപ്പൊ ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്റെ അനുഭവം കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നക്ഷത്രഫലമാണ്. ഒരു 35 വർഷത്തെ അനുഭവം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ഈ നക്ഷത്രഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ചേർന്ന മേടക്കൂറ്. ഈ മേടക്കൂറുകാരുടെ മീനമാസത്തെ ഫലം 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് അനുകൂലമായ സമയമാണ്. പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാം. അതേപോലെ തൊഴിലുകളിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ അനുകൂലമായ ഒരു സമയം ആണ്. ധനപരമായി അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സ് അതിന് വേണ്ട ഒരു ധൈര്യം നൽകുന്ന സമയമാണ്. ചില തടസ്സങ്ങളും ഒക്കെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാകും. എങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും കഴിയും. അപമാനം, അപകീർത്തി എന്നിവ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കണം. അതിനൊരു സാഹചര്യമുള്ള സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ആരോഗ്യകാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. മാതാപിതാക്കൾക്കും അനുകൂല സമയം ആയിരിക്കും. ഇതാണ് മേടക്കൂറിൽ ജനിച്ചവരുടെ ഫലം. ഇത് ചുമ്മാ പറയുന്നതല്ല. ഒന്ന് ഇതിന്റെ പുറകിൽ കുറച്ച് അധ്വാനമുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് എഴുതി കൊണ്ടുവന്നാണ് പറയുന്നത്. വെറുതെ കാണാതെ പറയാൻ ആരും ധരിക്കേണ്ട. നോക്കി തന്നെയാണ് ഇത് പറയുന്നത്. എഴുതി തയ്യാറാക്കിയ ഫലം തന്നെയാണ് പറയുന്നത്. കാരണം ചിലരുടെ അടിയിൽ കമന്റ് ഉണ്ടാവും നോക്കിയാണ് വായിക്കണത് എന്നൊക്കെ. നോക്കി തന്നെയാണ് വായിക്കുന്നത്, സംശയമൊന്നുമില്ല. പിന്നെ ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക.
എല്ലാവർക്കും എത്തട്ടെ. നിങ്ങൾക്ക് എന്റെ പോസ്റ്റുകൾ ലഭിക്കണമെങ്കിൽ, തുടർന്ന് ഇടുന്ന നക്ഷത്ര ഫലങ്ങളും പോസ്റ്റുകളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്റെ പോസ്റ്റുകൾ ഷെയർ ചെയ്യണം. ഞാനത് എപ്പോഴും പറയാറുണ്ട്. പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒന്നും ചെയ്യാതെ എന്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒക്കെ വന്നിട്ട് എനിക്ക് നക്ഷത്രഫലം കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ എന്റെ മറ്റു പോസ്റ്റുകളും ഇതുപോലെ ഈ പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യണം. എങ്കിലാണ് നിങ്ങൾക്ക് ഞാനിടുന്ന പോസ്റ്റുകൾ ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കണം എല്ലാവരും. ഇനി നമ്മൾ ഇടവക്കൂറുകാരുടെ മീനമാസത്തെ ഫലമാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറിൽ ജനിച്ചതെന്ന് പറയുന്നത് അവരുടെ മീനമാസ ഫലം. മീനമാസം എന്ന് പറയുന്നത് 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെയുള്ള സമയം. മനസ്സ് പൊതുവെ അസ്വസ്ഥമാകുന്ന സമയമാണ്. സുഹൃത്തുക്കളിൽ നിന്നും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കും. അഭിമാനക്ഷതം ഉണ്ടാകുന്ന സന്ദർഭമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മക്കൾ മൂലം ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. അലർജി രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. പൂർവിക സ്വത്തുക്കൾ അനുകൂലമാകും. മാതാപിതാക്കളിൽ നിന്നും ധനം ലഭിക്കാനുള്ള യോഗമുണ്ട്. പുതിയ ഗൃഹനിർമ്മാണമൊക്കെ ആരംഭിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. വാഹന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്തും സാമ്പത്തിക രംഗത്തും പൊതുവെ അനുകൂലമായിരിക്കും. ഇനി നമ്മള് മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന മിഥുന കൂറുകാരുടെ നക്ഷത്രഫലം, അവരുടെ മീനമാസത്തെ ഫലം. മീനമാസം എന്ന് പറയുന്നത് 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. എല്ലാവരുടെയും കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും പേരുകൾ പ്രത്യേകം വായിക്കുന്നില്ല എന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെയും കമന്റുകൾ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. എല്ലാ കമന്റുകൾക്കും ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും മറുപടി കൊടുക്കേണ്ടതാണെങ്കിൽ അത് കൊടുക്കാറുമുണ്ട്. അത് ഇൻബോക്സിൽ കൊടുക്കേണ്ടതാണെങ്കിൽ ഇൻബോക്സിൽ കൊടുക്കാറുണ്ട്. അതല്ല നേരിട്ട് കൊടുക്കാറുള്ളതാണ് നേരിട്ട് കൊടുക്കാറുണ്ട്. എല്ലാവരുടെയും മെസ്സേജുകൾ ഞാൻ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട് കേട്ടോ. ആരുടെയും മെസ്സേജുകൾ ഞാൻ നോക്കാതെ പോവില്ല. ഇനി നമുക്ക് മിഥുന കൂറുകാരുടെ ഫലം നോക്കാം. അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയാത്ത ഒരു സമയമാണ് മീനമാസം മിഥുന കൂറുകാർക്ക്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രയാസം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. ഉദര സംബന്ധമായ അസുഖം ഉള്ളവര് വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി വഴക്കുകൾ, തർക്കങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം. വാഹനം ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ അപകടകരമായ പണിയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു സുരക്ഷിതത്വത്തിന് വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഈ കൂട്ടര്. വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങൾ അനുഭവപ്പെടും. ധനപരമായി പലവിധ തടസ്സങ്ങളും വരും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഒരു ശ്രദ്ധ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ജ്യോതിഷത്തിന്റെ പ്രയോജനം തന്നെ അതാണ്. ചില കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട് പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ അറിയുമ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക, മുൻകരുതലുകൾ എടുക്കുക. നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുക. അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ കൂട്ടുകൂടുന്നവരൊക്കെയാണ്, ഒരുപാട് കൂട്ടുകൂടി ഇരുന്ന് വർത്തമാനം പറയുന്നവരൊക്കെ ആണെങ്കിൽ ആ വർത്തമാനം പറയുന്ന ദൈർഘ്യം ഒക്കെ ഒന്ന് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ദോഷങ്ങളെയൊക്കെ കുറയ്ക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് എന്നുകൂടെ മനസ്സിലാക്കാൻ. നമ്മുടെ ദോഷങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ജീവിത ശൈലിയിൽ മാറ്റം വരുത്താൻ കഴിയും. അങ്ങനെ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ ഇല്ലാതെ വരികയും ചെയ്യും. അപ്പൊ അത് അറിഞ്ഞാലാണല്ലോ നമുക്ക് ആ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതിനാണ് ഇതൊക്കെ. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം ജനിച്ചവര് കർക്കിടകക്കൂറാണ്. അവരുടെ മീനമാസ ഫലം 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും മനപ്രയാസങ്ങളും അനുഭവപ്പെടുമെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. സാമ്പത്തിക കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ ചില തടസ്സങ്ങളും സമയത്ത് കാര്യങ്ങൾ നടക്കാതെ വരികയൊക്കെ ചെയ്യും. എന്നാലും നേട്ടങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവരെ കൂടുതൽ അടുപ്പിക്കാതെ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത അപവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാനും ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയുമായി കലഹസാധ്യതയുള്ള സമയമാണ്. ആരോഗ്യസ്ഥിതി അത്ര അനുകൂലമായിരിക്കില്ല. വീട് പുതുക്കി പണിയാനൊക്കെ സാധിക്കുന്ന സമയമാണ്.
മക്കൾ മൂലം സന്തോഷവും അഭിമാനവും ഉണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും. മാതാപിതാക്കൾക്ക് അനുകൂലമായിരിക്കും. അപ്പോ ഈ നാളുകാരൊക്കെ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇനി മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗത്ത് ജനിച്ചത് ചിങ്ങക്കൂറ്. ആ ചിങ്ങക്കൂറിൽ ജനിച്ചവരുടെ മീനമാസ ഫലങ്ങൾ. മീനമാസം എന്ന് പറയുന്നത് 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. കുടുംബജീവിതത്തിൽ കലഹത്തിനും അകന്നു നിൽക്കലുകൾക്കും സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് അനുകൂലമല്ലാത്ത ചില ഇടപെടലുകൾ ഉണ്ടാകും. മക്കൾ മൂലം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾ വഴി ചില സഹായങ്ങൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പല തടസ്സങ്ങളും ഉണ്ടാകും. മാതാപിതാക്കളുമായി കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കണം. വീട് നിർമ്മാണം പോലുള്ള കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകും. ഇനി ഉത്രം അവസാന കാൽഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ പകുതി ഭാഗം. ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗമാണ് കേട്ടോ, കാൽഭാഗമല്ല, മുക്കാൽ ഭാഗം. ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവും ചേർന്ന് അത്തം നക്ഷത്രവും ചേർന്നാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. അവയുടെ മീനമാസത്തെ ഫലം 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. ആരോഗ്യ കാര്യത്തില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഉദരരോഗം, നയനരോഗം, അലർജി രോഗം ഒക്കെ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കില്ല. മക്കൾ മൂലം ചില പ്രയാസങ്ങളും ധനനഷ്ടം എന്നിവയൊക്കെ ഉണ്ടാകും. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. സുഹൃത്തുക്കൾ മൂലം അപമാനം, അപകീർത്തി എന്നിവ സംഭവിക്കും. ബന്ധുക്കളും അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല. ഇനി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. അവയുടെ മീനമാസ ഫലങ്ങൾ. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം. മീനമാസ ഫലങ്ങൾ 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും. ജീവിത പങ്കാളിയുമായി അകന്നു നിൽക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രയാസം ഉണ്ടാകും. അനുകൂല സമയമൊന്നുമല്ല. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും. വിവാഹാധികാരങ്ങളിൽ തീരുമാനമുണ്ടാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകും. ശത്രുക്കൾ മൂലം പലപ്പോഴും അനുകൂലമല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകും. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. അവർക്ക് നല്ല പഠന സൗകര്യങ്ങളൊക്കെ, അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. ഇനി വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം, അവരുടെ മീനമാസത്തെ ഫലം. വൃശ്ചികക്കൂറുകാരാണ്. വൃശ്ചികക്കൂറിന്റെ മീനമാസത്തെ ഫലം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. യാത്രകൾ ചെയ്യുമ്പോൾ, അതേപോലെ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകട സാധ്യതയുള്ളൊരു സമയമാണ്. വേണ്ടപ്പെട്ടവർ ശത്രുക്കളാകുന്ന ഒരു സമയമാണ്. കുടുംബകാര്യങ്ങളിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നർത്ഥം. ജീവിത പങ്കാളിയുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. മക്കൾ മൂലം ചെറിയ മനപ്രയാസത്തിന് സാധ്യതയുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുകൂല സമയമാണ്. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. ഇനി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം, ധനുക്കൂറ്, അവരുടെ മീനമാസത്തെ ഫലങ്ങൾ 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. തൊഴിൽ രംഗത്തെ നേട്ടങ്ങളും പുതിയ മാറ്റങ്ങളും ഉണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. ധനപരമായി അനുകൂലമായ സമയമാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കാം.
ബന്ധുക്കൾ, സഹോദരർ എന്നിവരുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അനുകൂലമായ സമയമാണ്. കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആയിട്ട് അകന്നു നിൽക്കുകയാണെങ്കിൽ അവരൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. എപ്പോഴും കലഹമുണ്ടാക്കി നടക്കേണ്ടവരല്ല. കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിൽ എത്ര കാലം ഇല്ലേ? അതിനിടയ്ക്ക് വഴക്കും തമ്മിൽ തല്ലും കലഹവും ഒന്നും ഇല്ലാതെ കഴിയുന്നത്ര മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. കാരണം ഇന്ന് കാണുന്നവരെ നാളെ കാണാൻ കഴിയുന്നവരും ഇല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ അവസ്ഥയെ മനസ്സിലാക്കുമ്പോൾ അപ്പോൾ കലഹം ഉണ്ടാക്കാതെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് അങ്ങനെയൊക്കെ നടക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അത് സ്വീകരിക്കുക. ഈ സമയം അനുകൂലമാക്കി എടുക്കുക. കുടുംബത്തിൽ ചെറിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. മക്കൾ മൂലം സന്തോഷം ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യകാര്യത്തിൽ മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാകും. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വീട് പുതുക്കി പണിയുകയോ അല്ലെങ്കിൽ പുതിയ നിർമ്മിക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം, മകരക്കൂറ് അവരുടെ മീനമാസത്തെ ഫലം 2023 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. തൊഴിൽരംഗത്ത് പുരോഗതി മേന്മയും ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. യാത്രകൾ ചെയ്യാൻ അവസരം ലഭിക്കും. എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യം കൂടെ ഉണ്ടാകും. ബന്ധുജനങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ അനുകൂല സമയമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. മക്കൾ അനുകൂലമായിരിക്കും. മാതാപിതാക്കളിൽ നിന്നൊക്കെ പൂർവിക സ്വത്തുക്കൾ ലഭിക്കാൻ ഉണ്ടെങ്കിൽ അത് കിട്ടാൻ യോഗമുള്ള സമയമാണ്. വീട് പണിയുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനൊക്കെ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിൽ ശ്രദ്ധ കുറയുന്ന സമയമാണ്. അതുകൊണ്ട് രക്ഷകർത്താക്കളൊക്കെ അവരുടെ ശ്രദ്ധ കുറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. ഇനി അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം, കുംഭക്കൂർ മീനമാസ ഫലം 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. തൊഴിൽരംഗത്ത് ശത്രുക്കൾ മൂലം പലവിധ നഷ്ടങ്ങൾ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അധിക ചെലവുണ്ടാകും. വരവ് കുറയും. ആരോഗ്യ കാര്യത്തിലും വളരെ ശ്രദ്ധ വേണം. ചതി, വഞ്ചന എന്നിവയ്ക്കൊക്കെ യോഗമുള്ള സമയമാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മക്കൾ മൂലം ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായി കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പൊ ഈ കുംഭക്കൂറുകാര് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ മീനമാസം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ് അവരുടെ മീനമാസത്തെ ഫലം 2024 മാർച്ച് 14 മുതൽ ഏപ്രിൽ 13 വരെ ഉള്ളത്. ആരോഗ്യ കാര്യത്തിൽ ഒട്ടും അനുകൂലമല്ല. തൊഴിൽരംഗത്ത് തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകും. പ്രണയകാര്യങ്ങൾ കുടുംബ ബന്ധങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യത്തിലും അത്ര അനുകൂലമായിരിക്കില്ല. ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു മനഃശക്തി ഉണ്ടാകും. മക്കൾ മൂലം നേട്ടങ്ങൾ കൈവരും. മാതാപിതാക്കളുമായി കലഹത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനം മന്ദഗതിയിലാകും. അപ്പോ ഈ മീനക്കൂറുകാര് ജനിച്ചിട്ടുള്ളവരുടെ കുട്ടികൾ, അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കണം അവരുടെ കാര്യത്തിൽ. വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കൾ മൂലം പല സഹായവും ലഭിക്കും. ഇതാണ് മീനക്കൂറുകാരുടെ മീനമാസത്തെ ഫലം. ഇതിനകത്ത് ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള സമയമൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതേപോലെ ജാതകമൊക്കെ പരിശോധിക്കണം എന്നുള്ളവർ അതൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട മുൻകരുതലുകൾ എടുക്കുക. സന്തോഷകരമായ അവസ്ഥകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അത് കൂടുതൽ സന്തോഷകരമാക്കുന്നതിന് വേണ്ട ബോധപൂർവമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള എന്റെ പോസ്റ്റുകൾ ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ഈ നക്ഷത്രഫലങ്ങൾ മാത്രമല്ല, അല്ലാണ്ട് ഭക്തിമാർഗത്തിൽ ഞാനിടുന്ന പോസ്റ്റുകളെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് പിന്തുടരുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നക്ഷത്രഫലവും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.